ഹലോ എവരി വൺ, വെൽക്കം ടു കൊമേഴ്സ് ക്ലാസ് റൂം. HRMലെ ആദ്യത്തെ 2 മൊഡ്യൂളിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി വരുന്ന 3 മൊഡ്യൂളിൽ ഏതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. തേർഡ് മൊഡ്യൂൾ ആണ് പ്ലേസ്മെന്റ്, ഇൻഡക്ഷൻ ആൻഡ് ട്രെയിനിങ് എന്നുള്ള ഭാഗം അല്ലെ. അതിൽ ഒന്നാമത് വരുന്നതാണ് പ്ലേസ്മെന്റ്. വാട്ട് ഈസ് പ്ലേസ്മെന്റ് എന്നുള്ള കാര്യം മാത്രമാണ് അതിൽ പഠിക്കാനുള്ളൂ. എന്താണ് പ്ലേസ്മെന്റ് എന്ന് ഓർത്തു വെക്കുക. ദെൻ ഇൻഡക്ഷൻ ഓർ ഓറിയന്റേഷൻ, അതിന്റെ ഒബ്ജക്റ്റീവ്സ്. അത് പലപ്പോഴായിട്ടും 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇൻഡക്ഷൻ ഓർ ഓറിയന്റേഷൻ. അപ്പോൾ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഓറിയന്റേഷൻ. അതിന്റെ ഒബ്ജക്റ്റീവ്സും ഒന്ന് ഓർത്തു വെക്കുന്ന നല്ലതാണ്. ഒരു പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നീട് വരുന്നതാണ് ഇന്റേണൽ മൊബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ. ഇന്റേണൽ മൊബിലിറ്റി എന്ന് പറയുന്നത് മൂവിങ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ ഓർ ഫ്രം വൺ ഡിപ്പാർട്ട്മെന്റ് ടു അനദർ വിത്തിൻ ദ കമ്പനി. അതിനാണ് ഇന്റേണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ടൈപ്സ് ഒന്ന് ഓർത്തു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസ്ഫർ എന്താണ്, അതിന്റെ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഉണ്ട്. അതിൽ ഇന്റേണൽ മൊബിലിറ്റി പെട്ടതാണ് ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഡിമോഷൻ. അതിൽ ട്രാൻസ്ഫർ എന്താണ്, അതിന്റെ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ എന്താണെന്ന് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ പിന്നീട് വരുന്നത് പ്രൊമോഷൻ ആൻഡ് ഡിമോഷൻ ആണ്. ഈ 3 ടൈപ്പ് ആണ്, ഇതിൽ പെട്ടതാണ് ഇന്റേണൽ മൊബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പിന്നീട് വരുന്ന ടോപ്പിക് ആണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് വാട്ട് ഈസ് സെപ്പറേഷൻ എന്നുള്ളത്. അതിന്റെ ടൈപ്സ് ഓഫ് സെപ്പറേഷൻ, റിട്ടയർമെന്റ്, റെസിഗ്നേഷൻ, റിട്രെഞ്ച്മെന്റ്, അബ്സ്കോണ്ടിങ്, ലേ ഓഫ് തുടങ്ങിയിട്ടുള്ള ടൈപ്സ് ഓഫ് സെപ്പറേഷൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യം തന്നെയാണ്, ചോദിക്കാറുണ്ട്. പിന്നീട് വരുന്നത് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ട്രെയിനിങ് ഓഫ് എംപ്ലോയീസിൽ എന്താണ് ട്രെയിനിങ് എന്നുള്ളത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ദെൻ നീഡ് ഫോർ ട്രെയിനിങ്, ഒബ്ജക്റ്റീവ്സ്, അപ്രോച്ചസ്. അതിൽ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നിന്ന് വരുന്ന, ട്രെയിനിങ്ങിലെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ്, അതേപോലെ നീഡ്, അതിന്റെ അപ്രോച്ചസ് അല്ലെ. അത് 3 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അത് ഏതെങ്കിലും ഒന്നൊക്കെ ചോദിക്കാറുണ്ട്, പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. പിന്നെ മറ്റൊന്ന് വരുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അത് 2 മാർക്കിനും അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് അതിന് ഡിഫറൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്, അതിന്റെ മീനിങ്ങുമായിട്ടും ചോദിക്കാറുണ്ട്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത്. പിന്നെ വരുന്നത് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. ടൈപ്സ് ഓഫ് ട്രെയിനിങ് ഉണ്ട്, അതൊന്ന് വായിച്ചാൽ മതി. ഇമ്പോർട്ടന്റ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ആണ്. ഓൺ ദി ജോബ് ട്രെയിനിങ്ങും ഓഫ് ദി ജോബ് ട്രെയിനിങ്ങും അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അത് ഓൺ ദി ജോബ് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ ഓഫ് ദി ജോബ് ട്രെയിനിങ് മാത്രമായിട്ടും ചോദിക്കാം അല്ലെ. ഓൺ ദി ജോബ് ട്രെയിനിങ്ങും ഓഫ് ദി ജോബ് ട്രെയിനിങ്ങും ഉണ്ട്, നിർബന്ധമായിട്ടും അത് പഠിച്ചിരിക്കണം. അതിൽ ഓഫ് ദി ജോബ് ട്രെയിനിങ്ങിൽ വെസ്റ്റിബിൾ ട്രെയിനിങ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ. അത് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്നുള്ളത്. അപ്പോൾ ഓൺ ദി ജോബ് ട്രെയിനിങ്ങിലും ഓഫ് ദി ജോബ് ട്രെയിനിങ്ങിലും ഏതൊക്കെ ടൈപ്സ് ഉണ്ടോ അതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഒക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. പിന്നീട് വരുന്നത് ഏരിയാസ് ഓഫ് ട്രെയിനിങ് ആണ്. പിന്നെ വരുന്നതാണ് ട്രെയിനിങ് ഇവാലുവേഷൻ. അതിന്റെ പ്രോസസ് ആണ് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ്സ്. ട്രെയിനിങ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതിന്റെ പ്രോസസ്സ്. ദെൻ അതിന്റെ മെത്തേഡ്സും ഉണ്ട്, ഇന്റർവ്യൂ മെത്തേഡ്, ക്വസ്റ്റ്യനെയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതാണ് പ്രധാനമായിട്ടും തേർഡ് മൊഡ്യൂളിൽ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. ഫോർത്ത് മൊഡ്യൂൾ ആണ് പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ പ്ലാനിങ് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗത്ത് വരുന്ന ഒന്നാണ് പെർഫോമൻസ് അപ്രൈസൽ ഓർ മെറിറ്റ് റേറ്റ്. അപ്പോൾ വാട്ട് ഈസ് പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിന്റെ മീനിങ് ഒരു പ്രാവശ്യം മെറിറ്റ് റേറ്റിംഗ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മീനിങ് ഒന്ന് ഓർത്തു വെക്കാം. ദെൻ നീഡ്, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്. ദെൻ പിന്നീട് വരുന്ന മെത്തേഡ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. പിന്നീട് വരുന്നതാണ് കരിയർ പ്ലാനിങ്. അപ്പോൾ വാട്ട് ഈസ് കരിയർ പ്ലാനിങ് എന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ മീനിങ് ഇമ്പോർട്ടന്റ് ആണ് കരിയർ പ്ലാനിങ് എന്നുള്ളത്. ദെൻ അതിന്റെ ഫീച്ചേഴ്സ്, മെത്തേഡ്സ് ആൻഡ് യൂസസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഒക്കെ പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീച്ചേഴ്സും മീനിങ്ങും നിർബന്ധമായിട്ട് പഠിച്ചു പോവാം. പിന്നെ വരുന്നത് കരിയർ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ കരിയർ പ്ലാനിങ്, കരിയർ ഡെവലപ്മെന്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് മീനിങ് എന്നുള്ളത് നിർബന്ധമായിട്ട് പഠിക്കണം. വാട്ട് ഈസ് കരിയർ പ്ലാനിങ്, വാട്ട് ഈസ് കരിയർ ഡെവലപ്മെന്റ്. അപ്പോൾ ഇതാണ്
4th മൊഡ്യൂളിൽ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. ലാസ്റ്റ് മൊഡ്യൂൾ ആണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആൻഡ് ഗ്രീവൻസ് റിഡ്രസൽ. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, അല്ലെങ്കിൽ വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ അതിലെ കോമ്പോണൻസുകൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 4 കോമ്പോണൻസ് ആണുള്ളത്. വേജസ് ആൻഡ് സാലറീസ്, ഇൻസെന്റീവ്സ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, പെർക്വിസിസ്റ്റ്. ഇങ്ങനെ 4 കോമ്പോണൻസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ കോമ്പോണന്റ് ആയ വേജസ് ആൻഡ് സാലറീസിൽ എന്താണ് വേജ്, എന്താണ് സാലറി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ദെൻ അതിൽ വരുന്ന വേജ് സിസ്റ്റം ഉണ്ട്. അതിൽപ്പെട്ടതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വേജ് സിസ്റ്റം. വളരെ പ്രധാനപ്പെട്ടതാണ് അത്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വേജ് സിസ്റ്റം. പിന്നെ വരുന്ന മെത്തേഡ്സ് ഓഫ് വേജ് സിസ്റ്റം ഉണ്ട്, അഥവാ ടൈം റേറ്റ് സിസ്റ്റവും അതേപോലെ പീസ് റേറ്റ് സിസ്റ്റവും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അത്. അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ടത്. പിന്നീട് വരുന്ന കോമ്പോണന്റ് ആണ് ഇൻസെന്റീവ്സ്. ഇൻസെന്റീവ്സ് എന്താണ് എന്നുള്ളത് ആദ്യം അതിന്റെ മീനിങ് നിർബന്ധമായിട്ട് പഠിക്കുക. ദെൻ പിന്നീട് അത് വരുന്ന ടൈപ്സ് ഓഫ് ഇൻസെന്റീവ്സ് ഉണ്ട്. അതിൽ ഇൻഡിവിജ്വൽ ഇൻസെന്റീവ്സ് ഉണ്ട്, ഗ്രൂപ്പ് ഇൻസെന്റീവ്സ് ഉണ്ട്. അപ്പൊ അത് ഒന്ന് ഓർത്തു വെക്കുക. ഇൻഡിവിജ്വൽ ഇൻസെന്റീവ്സ് മാത്രം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിൽ ഇൻഡിവിജ്വൽ ഇൻസെന്റീവ്സിൽ പെട്ട ടൈം ബേസ്ഡും പ്രൊഡക്ഷൻ ബേസ്ഡും ഉണ്ട്. ടൈം ബേസ്ഡിൽ നിങ്ങൾക്ക് അറിയാം ഹൽസി പ്ലാൻ, അതേപോലെ റോവൻ പ്ലാൻ, എമേഴ്സൺ പ്ലാൻ, ബഡോക്സ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് 4 പ്ലാനുകൾ ഉണ്ട് ടൈം ബേസ്ഡ്. അതേപോലെ പ്രൊഡക്ഷൻ ബേസ്ഡ് ആണെങ്കിൽ ടൈലേഴ്സ് ഉണ്ട്, ഗാൺസ് ടാസ്ക് സിസ്റ്റം ഉണ്ട്, മെറിക്സ് പ്ലാൻ ഉണ്ട്. അങ്ങനെ 3 കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻസെന്റീവ്സ് മാത്രം ചോദിക്കാറുണ്ട്. രണ്ടും പാടെ ഒരുമിച്ച് ടൈപ്സ് ഓഫ് ഇൻസെന്റീവ്സും ചോദിക്കാറുണ്ട്. പിന്നീട് വരുന്ന കോൺസെപ്റ്റ് ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. വാട്ട് ഈസ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ടൈപ്സ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽപ്പെട്ടതാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ബെനിഫിറ്റ്സ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഒക്കെ അതിൽപ്പെട്ടതാണ്. അപ്പൊ ചോദിക്കാന്നുണ്ടെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ടാണ് ചോദിക്കുക. നോർമലി 2 മാർക്കിനൊക്കെയാണ് ചോദിക്കാറുള്ളത്. പിന്നീട് പെർക്വിസിസ്റ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് 2 മാർക്കിനൊക്കെയാണ് ഇത് രണ്ടും ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളത്. ഓക്കെ. ദെൻ പിന്നീട് രണ്ടാമത്തെ ഭാഗം വരുന്നതാണ് ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറയുന്നത്. അതിൽ മീനിങ്, കോസസ് ഓഫ് ഗ്രീവൻസസ് എന്ന് ഈ 2 കാര്യങ്ങളും നിർബന്ധമായിട്ട് പഠിക്കാം. ദെൻ പിന്നീട് വരുന്ന ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ആണ് ആബ്സെന്റിസം എന്ന് പറഞ്ഞിട്ട് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഒരു ചെറിയൊരു കോൺസെപ്റ്റ് മാത്രമുള്ള ആബ്സെന്റിസം എന്ന് പറഞ്ഞിട്ട്, അത് ഗ്രീവൻസിന്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. പിന്നെ വരുന്നതാണ് ഡിസിപ്ലിൻ. വാട്ട് ഈസ് ഡിസിപ്ലിൻ എന്നുള്ളത് ആദ്യം ഓർത്തു വെക്കുക. ദെൻ അതിന്റെ പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നാവും. പിന്നീട് വരുന്ന പ്രധാനപ്പെട്ടതാണ് പണിഷ്മെന്റ് ഫോർ ഇൻഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതിൽ ടൈപ്സ് ഓഫ് പണിഷ്മെന്റ് പറയുന്നത് മൈനർ പണിഷ്മെന്റും ഉണ്ട്, മേജർ പണിഷ്മെന്റും ഉണ്ട് അല്ലെ. മൈനർ പണിഷ്മെന്റ് ഓറൽ വാർണിംഗ്, റിട്ടേൺ വാർണിംഗ് അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. മേജർ പണിഷ്മെന്റിലാണ് സസ്പെൻഷൻ, ഡിമോഷൻ, ഡിസ്ചാർജ്, ഡിസ്മിസൽ ഒക്കെ വരുന്നത്. ഓക്കെ. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കണം ഇൻഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട്. പിന്നെ അതിലെ ഒരു പണിഷ്മെന്റ് ആണ് ഹോട്ട് സ്റ്റവ് റൂൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. ഒരു ചെറിയൊരു തിയറിയാണ്. ആ തിയറിയും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഷോർട്ടസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. പിന്നെ അവസാനം വരുന്നതാണ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്. അതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് മെത്തേഡ്സ് ആണ്. അതിൽ ലെവൽ ഓഫ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. മെത്തേഡ്സ് ഓഫ് ലേബർ പാർട്ടിസിപ്പേഷൻ കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ 5 മൊഡ്യൂളുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കുക. ഈ 5ാമത്തെ മൊഡ്യൂളിൽ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്താണെന്നുള്ളത് പഠിക്കണം. അതേപോലെ ഗ്രീവൻസ് റിഡ്രസൽ എന്താണെന്നുള്ളതും പഠിക്കണം. അപ്പോൾ എല്ലാ മൊഡ്യൂളിലും ഓർത്തു വെക്കേണ്ടത് എന്താണ്, ആ മൊഡ്യൂളിൽ പറഞ്ഞ ആ മൊഡ്യൂളിന്റെ കോൺസെപ്റ്റ് ഉണ്ടാവും, ആ മൊഡ്യൂളിന്റെ ടോപ്പിക് അത് എന്താണെന്ന് നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കണം. ഓരോ മൊഡ്യൂളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.